ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആശയാണ്. ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ യാത്ര പൊള്ളാച്ചിക്കടുത്ത് തിരുമൂർത്തി ഹിൽസിലേക്കാണ്. എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ലൊക്കേഷനാണ്. ലൊക്കേഷൻ എന്ന് പറഞ്ഞത് വെറുതെ അങ്ങ് പറഞ്ഞതൊന്നുമല്ല, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഒരുപാട് നായകന്മാരുടെ ഭാഗ്യ ലൊക്കേഷൻ കൂടിയാണ് തിരുമൂർത്തി ഹിൽസ്. കാഴ്ചകളിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നോർമലി തൃശ്ശൂരിൽ നിന്നും നെന്മാറ, കൊല്ലങ്കോട്, ഗോവിന്ദാപുരം വഴി ഉടുമൽപേട്ട്, പൊള്ളാച്ചി, തിരുമൂർത്തി ഹിൽസ് അങ്ങനെയാണ് മെയിൻ റൂട്ട് വരുന്നത്. പക്ഷേ കൊല്ലങ്കോട് കഴിഞ്ഞിട്ട് ചുള്ളിയാർ ഡാമിൻ്റെ അടുത്തൂടെ ഡാമിൻ്റെ റിസർവോയറിൻ്റെ സൈഡിലൂടെയുള്ള റോഡിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ 13 കിലോമീറ്ററിൻ്റെ വ്യത്യാസത്തിൽ ഈ പറയുന്ന പോലെ ആനമലയിലേക്കോ അല്ലെങ്കിൽ ഉടുമൽപേട്ടിലേക്കോ പൊള്ളാച്ചിയിലേക്കോ ഈവൻ തിരുമൂർത്തി ഹിൽസിലേക്കോ ഒക്കെ നമുക്ക് പോകാനായിട്ട് കഴിയും. മുൻപ് ഈ റൂട്ടിൽ യാത്ര ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ റൂട്ടിലൂടെ തന്നെ പോകാനാണ് ഇന്നത്തെയും പ്ലാൻ. ആനമല എത്തിയാൽ ഇവിടെ പ്രധാനമായിട്ടും മാസാണിയമ്മൻ കോവിലും സിനിമാക്കാരുടെ സ്ഥിരം പൊള്ളാച്ചി ലൊക്കേഷനായ സേത്തുമട വീടും ഒക്കെയുണ്ട്. ആനമല കടന്ന് നമ്മൾ തിരുമൂർത്തിയിലേക്ക് എത്തുകയാണ്. ആദ്യം എത്തുന്നത് തിരുമൂർത്തി ഡാമിൻ്റെ അടുത്തേക്കാണ്. ഇവിടെ നിന്നും തിരുമൂർത്തി മലയുടെ ഗംഭീരമായ കാഴ്ചകൾ ആരംഭിക്കുകയാണ്. കൂട്ടത്തിൽ ഇവിടെ ചിത്രീകരിച്ച സിനിമാ രംഗങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി നോക്കി പോവാം. അങ്ങനെ നമ്മൾ ഡാമിന് തൊട്ടടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അടിപൊളിയായിട്ടുള്ളൊരു ആംബിയൻസിലാണ് ഈ ഡാം ഉള്ളത്. ഈ ഡാം, അതിന്റെ റിസർവോയർ, പിന്നിലുള്ള മലനിരകൾ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള കിടിലൻ വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. കാഴ്ചകളിലേക്ക് പോയാലോ? മേഘങ്ങൾ കിടക്കുന്ന നോക്കി, എന്ത് രസം. തുടക്കം തന്നെ നമുക്ക് ഡാമിന്റെ ഈ ഒരു ആംബിയൻസിൽ ഷൂട്ട് ചെയ്ത സിനിമകളൊക്കെ നോക്കിയാലോ? ഈ പാട്ട് ഏതാണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? എന്നെ താലാട്ട വരുവാളോ, നെഞ്ചിൽ പൂമഞ്ചം തരുവാളോ. ഈ പാട്ടിന്റെ കുറേ ഏരിയകൾ ഈ ഡാമിന്റെ ഈ ഭാഗത്തും റിസർവോയറിലും ഒക്കെ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡാമിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കണ്ടു തീർത്ത് നമ്മുടെ യാത്ര വീണ്ടും മുൻപോട്ട്. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഡാമിന്റെ റിസർവോയറിലേക്ക് ഇറങ്ങുന്ന ഒരു ഭാഗമുണ്ട്, അവിടേക്കാണ്. അവിടെയും ഒരുപാട് സിനിമാ ഗാനരംഗങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. 1 by 1 ആയിട്ട് നമുക്കതൊക്കെ നോക്കാം. എക്സ്പെഷ്യലി ഒരുപാട് മലയാളം സോങ്സ് അവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മുൻപോട്ട് എത്തുമ്പോഴേക്കും ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ നമുക്കൊരു ചെറിയ എൻട്രി ടിക്കറ്റ് ഒക്കെ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ബൈക്കിന് 20 റുപ്പീസും കാറിന് 50 റുപ്പീസുമാണ് ടിക്കറ്റ് വരുന്നത്. ഈ ഭാഗങ്ങളിലൊക്കെ 2-3 അമ്പലങ്ങൾ വേറെയുമുണ്ട്. ഇവയൊക്കെയും പല തമിഴ് സിനിമകൾക്കും ലൊക്കേഷൻസ് ആയിട്ടുള്ള അമ്പലങ്ങളാണ്. നമ്മളിവിടെ ഒന്നും കയറുന്നില്ല. നമ്മുടെ ലക്ഷ്യം പ്രധാനമായിട്ടും തിരുമൂർത്തി ഹിൽസിലെ അമ്പലം തന്നെയാണ്. അങ്ങനെ നമ്മളിതാ റിസർവോയറിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ബൈക്ക് പാർക്ക് ചെയ്തിട്ട് നമുക്കിതാ ഈ കാണുന്ന റിസർവോയറിലേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഗാനരംഗങ്ങൾ ഏതൊക്കെയാണെന്നും ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ പ്രിയ നായകന്മാർ ആരൊക്കെയാണെന്ന് നോക്കിയാലോ? സൂര്യയും ജ്യോതികയും അഭിനയിച്ച മായാവി എന്ന തമിഴ് ചിത്രത്തിലെ കാത്താടി പോലെ ഏണ്ടി എന്നെ സുത്തിറ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ടിന്റെ കംപ്ലീറ്റ് ഭാഗങ്ങളും ഷൂട്ട് ചെയ്തിരിക്കുന്നത് തിരുമൂർത്തിയിൽ തന്നെയാണ്. ഈ ഡാമിൽ വെള്ളം ഉള്ള സമയത്തും വെള്ളം ഇറങ്ങുന്ന സമയത്തൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിൽ നമുക്കിത് കാണാനായിട്ട് കഴിയും. പിന്നെ അടുത്തത് വിശാൽ നായകനായിട്ടുള്ള പായംപൊലി എന്ന ചിത്രത്തിലെ സിലുക്കുമരമേ സിലുക്കുമരമേ എന്നുള്ളൊരു പാട്ടുണ്ട്. അതും കംപ്ലീറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത് തിരുമൂർത്തിയിൽ തന്നെയാണ്. പിന്നെ വേട്ടക്കാരൻ മൂവിയിലെ കരികാലെ കാലം പോലെ കരുത്തിരിക്കത് കുഴല് എന്ന് തുടങ്ങുന്ന പാട്ടും ഇവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. കാർത്തിയും രശ്മികയും കൂടി അഭിനയിച്ചിട്ടുള്ള സുൽത്താൻ എന്ന മൂവിയിലെ യാരെയും ഇവളും അഴക പാക്കല
അങ്ങനെ ഒരു പാട്ടുണ്ട്. ആ പാട്ടും ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ തന്നെയാണ്. ദിലീപേട്ടന്റെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് കോമഡി മൂവുകളിലൊന്നായിട്ടുള്ള പാണ്ടിപ്പടയിലെ അറിയാതെ ഇഷ്ടമായി അന്നു മുതൽ ഒരു സ്നേഹചിത്രമായി ആ പാട്ടും കംപ്ലീറ്റ് ആയിട്ടും ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഡാമിലും റിസർവോയറിലും ആയിട്ടാണ്. സദാനന്ദന്റെ സമയ മൂവിയിലെ നീ അറിഞ്ഞോ നീലക്കുഴലി നിന്നെ വിളിക്കുന്നു മാനസം ആ പാട്ടിലെയും ഒരുപാട് ഏരിയാസ് ഡാമിന്റെ ഈ ഭാഗത്തായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കാര്യസ്ഥനിലെ തേനീക്കപ്പുറം തെങ്കാശിക്കപ്പുറം തെന്നാലിക്കിപ്പുറത്ത് ആ പാട്ടിലെ ഒരുപാട് ഏരിയാസ് നമ്മൾ ഇനി പോകുന്ന അമ്പലത്തിന്റെ ഭാഗത്തും അതുപോലെ ഈ ഡാമിന്റെ റിസർവോയറിലും ഒക്കെ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മീശ മതമല്ലെ മെയിൻ ആയിട്ടുള്ള 2 പാട്ടുകളും, ഒന്ന് ചിങ്ങമാസവും അതുപോലെ തന്നെ വാളെടുത്താൽ അങ്കക്കലി, ആ 2 പാട്ടുകളും ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഡാമിന്റെ റിസർവോയറിലാണ്. ലാലേട്ടന്റെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള താണ്ഡവ മൂവിയിലെ സടക്ക് സടക്കം തുടങ്ങുന്ന ഗാനരംഗം ചിത്രീകരിച്ചിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഡാമിന്റെ റിസർവോയറിൽ തന്നെയാണ്. അതുപോലെ ആ ചിത്രത്തിൽ തന്നെ നെടുമുടി വേണുവിനെ അപകടത്തിൽപ്പെടുത്തുന്ന ഒരു കാർ ആക്സിഡന്റ് ഉണ്ടല്ലേ, ആ ആക്സിഡന്റ് ചിത്രീകരിച്ചിരിക്കുന്നതും തിരുമൂർത്തി ഹിൽസിന്റെ റിസർവോയറിലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കറക്റ്റായിട്ട് അറിയത്തില്ല. അതുപോലെ തന്നെ അടുത്തൊരു പാട്ടെന്ന് പറയുന്നത് വേലായുധ മൂവിയിലെ സൊന്നാൽ പുരിയാത് സൊല്ലുക്കുള്ളേ അടങ്കാത് ആ പാട്ട് കംപ്ലീറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത് റിസർവോയറിൽ തന്നെയാണ്. പിന്നെ നമ്മുടെ ജില്ലാ മൂവിയിലെ ശിവനും ശക്തിയും സേന്താൽ മാസിടാ ആ പാട്ടിന്റെ കുറേ ഏരിയാസ് ഇനി നമ്മൾ പോകുന്ന അമ്പലത്തിന്റെ ഭാഗത്തായിട്ടും അതുപോലെ റിസർവോയറിലും ഒക്കെ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഗാനരംഗങ്ങളെല്ലാം ഒന്നും നമുക്ക് വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കില്ല. കാരണം വലിയ രീതിയിലുള്ള കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പിക്ചേഴ്സായിട്ട് മാത്രം ആഡ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും അതൊന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് ടൈം എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ ഈ പാട്ടുകൾ കാണുന്ന സമയത്ത് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇത് തിരുമൂർത്തി തന്നെ ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എന്തായാലും നമുക്ക് റിസർവോയറിന്റെ ഭാഗത്തു നിന്നും തിരികെ പോകാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിനി ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക് പോവാം. അവിടെയും ഒരുപാട് വിശേഷങ്ങൾ കാണാനായിട്ടുണ്ട്. നോക്കട്ടെ. അയ്യോടാ, കടിക്കൊന്നുമില്ല. അവനെ കണ്ടറിഞ്ഞു കടിക്കില്ലെന്ന്. MRPയിൽ 20 രൂപ മാത്രമുള്ള ഐസ്ക്രീംസ് ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയത് 30 രൂപയ്ക്കാണ്. അങ്ങനെ തിരിച്ച് ബൈക്കിന്റെ അവിടെ കയറി വന്നപ്പോഴാണ് കാണുന്നത് ഒരു വാനരൻ അതിന്റെ മേലെ ഇരിപ്പുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചേട്ടൻ ഒരു വിധത്തിൽ അവനെ പറഞ്ഞയച്ചു. ബൈക്കൊക്കെ എടുത്ത് ഞങ്ങളിത് ആ ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക് പോവാണ്. ഈ തിരക്ക് മറ്റൊന്നിന്റെ അല്ല, ഈ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആളുകളുടെ തിരക്ക് തന്നെയാണിത്. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 12:45 1 മണിയോളം ആയിട്ടുണ്ട്. ഈ സമയത്തും വലിയ രീതിയിലുള്ള തിരക്കാണ് ഈ ക്ഷേത്രത്തിൽ ഉണ്ടാവുക. അപ്പോൾ അതറിയാവുന്നത് കൊണ്ടാണ് നമ്മൾ കുറച്ചു നേരം ഡാമിന്റെ അവിടെയും റിസർവോയറിലും ഒക്കെ ചെലവഴിച്ചിട്ട് തിരക്കൊക്കെ ഒന്ന് കുറയട്ടെ എന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു സമയത്തും ഇവിടെ നല്ല രീതിയിലുള്ള തിരക്കാണ്. ഇന്നൊരു ഫുൾ ഡേ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. സ്പെഷ്യൽ ഡേയ്സിൽ പിന്നെ പ്രത്യേകിച്ച് പറയുകയേ വേണ്ട, വലിയ രീതിയിലുള്ള തിരക്ക് തന്നെയായിരിക്കും. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ക്ഷേത്രം. വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് ഈ ഒരു ക്ഷേത്രമുള്ളത്. ഇതിന്റെ പിന്നിലൂടെ ഒരു വലിയ വെള്ളച്ചാട്ടം ഒഴുകി ഇറങ്ങി വരുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ ഒരു വലിയ കൽമണ്ഡപമുണ്ട്. ഇവിടെ ഒരുപാട് ആളുകൾ വിശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും കുറച്ചു നേരം ഇവിടേക്ക് ഇരുന്നിട്ട് ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ആ ഏരിയസിലൊന്നും നമുക്ക് ചപ്പൽ യൂസ് ചെയ്യാനായിട്ട് കഴിയില്ല. ഈ സമയത്ത് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കാല് വെന്ത് ഉരുകി പോകും. അതുകൊണ്ടാണ് കുറച്ച് സമയം ഇവിടെ റെസ്റ്റ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചത്. ഈ കാണുന്നതാണ് ക്ഷേത്രം. പിന്നെ ഇതിന്റെ മുകൾ ഭാഗമാണ്. താഴത്ത് കാണുന്നത് ക്ഷേത്രമാണ്. ക്ഷേത്രത്തിന്റെ ബാക്ക് സൈഡിൽ ശ്രദ്ധിച്ചാൽ കാണാൻ ഒരു വലിയ കല്ലുണ്ട്. നമുക്ക് ആ ഭാഗത്തേക്കൊക്കെ പോകാം. പിന്നെ ഈ കാണുന്ന ഒരു പാലം, ആ പാലം കടന്ന് നമുക്ക് അപ്പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന ഒരു ഏരിയ ഉണ്ട്. റിസർവ്ഡ് ഫോറസ്റ്റിന് ഉള്ളിലൂടെയാണ് പോകേണ്ടത്. അത് ഒരുപാട് ദൂരം നടന്നു പോകണം. പക്ഷേ ഈ സമയത്ത് എന്തായാലും അവിടെ വെള്ളമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഇത്തവണ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോകുന്നില്ല. അപ്പോൾ അങ്ങനെ കുറച്ചു നേരം ഇവിടെ ഇരുന്ന് നല്ല രീതിയിൽ റെസ്റ്റ് എടുത്തതിന് ശേഷം വെയിലാറുമോ തിരക്ക് കുറയുമോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച പാലം. ഈ ഒരു ഭാഗത്ത് നിന്ന് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോയാലാണ് വെള്ളച്ചാട്ടത്തിന്റെ ഭാഗത്തേക്ക് പോകാനായിട്ട് കഴിയുക. പക്ഷെ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നഷ്ടമായിരിക്കും. ഒരുപാട് ദൂരം നടക്കാനുണ്ട്. നടന്നവിടെ ചെല്ലുമ്പോൾ വെള്ളമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ പോകാത്തത്. നമുക്ക് നല്ലൊരു മഴ സമയത്ത് സീസണിൽ ഒരിക്കൽ കൂടി വരാം. എന്തായാലും നമുക്ക് ഈ അമ്പലത്തെ ഒന്ന് വലം വെച്ച് വരാമെന്ന് വിചാരിച്ചു. ചെരുപ്പൊക്കെ ഊരിയിട്ട് ഈ പൊള്ളുന്ന വെയിലിൽ പാറപ്പുറത്തോടെ നടന്നു പോകാൻ തന്നെയാണ് തീരുമാനം. അപ്പോൾ ഒരുപാട് ആളുകൾ ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ചെലവഴിക്കുന്നുണ്ട്. ഇതാ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ. പിന്നെ ജയം മൂവി ഉണ്ട്, അറിയോ? പഴയ ഒരു തമിഴ് ചിത്രമാണ്. ജയം രവിയാക്കിയ ജയം മൂവി. അതിൽ സദ ആണ് നായിക. ആ ഒരു ചിത്രത്തിൽ ഈ ഒരു ക്ഷേത്രവും ഇപ്പം നമ്മൾ ഈ കടന്നു പോകുന്ന ഈ ഭാഗമൊക്കെ മെയിനായിട്ട് ഉള്ള ഒരു സ്ഥലമാണ്.
അവർ തമ്മിൽ കണ്ടുമുട്ടുന്ന അല്ലെങ്കിൽ അവർ തമ്മിൽ ഇങ്ങനെ വീട്ടിൽ ഇഷ്യൂസൊക്കെ ആയിട്ട് തമ്മിൽ കാണാൻ പറ്റാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഈ ഭാഗങ്ങളിൽ വന്നിട്ട് തമ്മിൽ കാണുന്ന ഒരു ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സീനുണ്ട് ആ ചിത്രത്തിൽ. ആ ഒരു ഭാഗം ചിത്രീകരിച്ചിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ടും ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഒരു പ്രദേശത്തൂടെയാണ്. നമ്മളിപ്പോൾ അതിലേക്കൂടെയാണ് നടന്നു പോകുന്നത്. ഒരുപാട് ആളുകൾ ഈ വെള്ളത്തിൽ ഇതാ കണ്ടില്ലേ ചിൽ ഔട്ട് ചെയ്യുന്നുണ്ട്. കാരണം ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വളരെ നേരം എടുത്ത് ഒലിച്ചിറങ്ങി വരുന്ന വെള്ളമാണ്, ഭയങ്കര തണുപ്പാണ്. ഇത്രയും വരണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് മാത്രമേ നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ കാണാനായിട്ട് പോലും കഴിയുള്ളൂ. കാരണം മഴ സീസണിൽ വലിയൊരു വ്യത്യാസമാണ് ഈ ഒരു ഭാഗത്ത് വരാനായിട്ട് പോകുന്നത്. ഇനി ഒരു വലിയ മഴക്കാലത്ത് ഇവിടെ വിസിറ്റ് ചെയ്യണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു എക്കാലത്തെയും വലിയൊരു ആഗ്രഹമാണ്. കാരണം ഈ കാണുന്ന ഈ വലിയ പാറ ഉണ്ടല്ലോ, ഈ പാറ ഇതുപോലെ കുത്തൊഴുക്കിൽ മുകൾ ഭാഗത്തു നിന്നും വന്നതാണെന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു പാറ മൂടുന്ന കണക്കിന് വലിയ രീതിയിലുള്ള വെള്ളം ആർത്തലച്ച് പോകുന്ന ഒരു ഭാഗമാണ് ഇത് മഴക്കാലത്ത്. ഭയങ്കര ന്യൂസ് വാല്യൂ ഒക്കെ ഉള്ളൊരു സംഭവമാണ് അത്. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ച കൂടി നമുക്ക് കാണാനായിട്ട് മറ്റൊരു സീസണിൽ വീണ്ടും മടങ്ങിയെത്താം. അപ്പോൾ ഞങ്ങൾ ഇന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്കൊന്നും പോയില്ല, മറ്റൊരു ലൊക്കേഷനിലേക്ക് കൂടി പോകേണ്ടതുകൊണ്ട് ഞങ്ങൾ നേരത്തെ അവിടെ നിന്ന് പോരുകയാണ്. ഇനി നമ്മൾ പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, പൊള്ളാച്ചി എന്നുള്ളൊരു ലൊക്കേഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തറവാട് വീട് കാണിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വീടായിരുന്നു സേത്തുമട വീട്. ആ വീട് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഓടി വന്നത്. പക്ഷേ ഇതാ വന്ന് നോക്കുമ്പോൾ മതിലൊക്കെ കെട്ടി ഗേറ്റൊക്കെ വെച്ച് സേത്തുമട വീടിനെ ഉള്ളിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. നമുക്ക് ഉള്ളിലേക്ക് കടക്കാനായിട്ട് കഴിയില്ല. മുൻപ് ഒരു നിയന്ത്രണവും ഇല്ലാതെ നമുക്കിതിനുള്ളിലേക്ക് കയറി ചെല്ലാനായിട്ട് കഴിയുമായിരുന്നു. ഈ വീട് ഏതാണ് എന്ന് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വിഷ്വൽസ് വെട്ടിയൊട്ടിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. തേന്മാവിൻ കൊമ്പത്ത്, ഒരു മറവത്തൂർ കനവ്, രാജമാണിക്യം, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര സിനിമകളിൽ നമ്മൾ കണ്ടു മറന്നതാണ് ഈ സേത്തുമട വീട്. അങ്ങനെ ഇനി ഒരിക്കലും സേതുമട വീട് നേരിട്ട് കാണാൻ കഴിയില്ലല്ലോ എന്ന ഗദ്ഗതത്തോടു കൂടി മുൻപൊക്കെ അവിടെ പോയപ്പോഴുള്ള എക്സ്പീരിയൻസുകൾ പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് ഞങ്ങൾ തിരികെ തൃശ്ശൂരിലേക്ക് പോകുന്നു. ഏറ്റവും പുതിയൊരു വീഡിയോയിൽ വീണ്ടും മീറ്റ് ചെയ്യാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.